ഓ എന്താ നുള്ളി പറക്കി പോണ്? ഒന്നല്ലടാ, ഇമ്മാന്റെ കാര്യം ഓർത്തുകൊണ്ടൊക്കെ. അതെന്താ കുഞ്ഞാപ്പ ഇത്ര ഓർക്കാനുള്ളത്? ഇമ്മാക്ക് ഈ വേനൽക്കാലായാല് നനക്കാൻ പോകും, പറമ്പ് നനക്കാൻ പോകും. ഇപ്പൊ ഈ മഴ ചെയ്ത കാര്യം കുടുങ്ങടാ, ഇമ്മാക്ക് ഇപ്പൊ നനക്കാൻ പോവാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ കുടുങ്ങുന്നത്? നനച്ച കായ് കിട്ടുന്നില്ലേ? അപ്പൊ എനക്ക് പോയിക്കൂടെ? അതെന്താ എനിക്ക് പോയിക്കൂടെ? എന്താ എനിക്ക് പോയാല് പൈപ്പ് പിടിച്ചിട്ട് അങ്ങനെ വലിക്കണോ, അങ്ങനെ വലിക്കണോ, ഇങ്ങനൊക്കെ വലിച്ച മേത്തൊക്കെ വെള്ളം ആവും ചെയ്യൂ. പൈസ കിട്ടണില്ലേ? പൈസ ഉമ്മാക്കല്ലേ കിട്ടേണ്ടത്. എന്നാലും കിട്ടണില്ലേ? ഇമ്മാക്ക് കിട്ടിയതോ ഇത് കിട്ടിയതോ ഒരേ മാതിരിയല്ലടാ. അപ്പൊ ഉമ്മാക്ക് കിട്ടിക്കോട്ടെ. ഇപ്പൊ മഴ ഇടക്കിടക്ക് മഴ പെയ്ത കാരണം പറഞ്ഞിപ്പോ നനക്കണ്ട. അറിയാം, ഭയങ്കര കഷ്ടായില്ലേ മഴ പെയ്ത കാരണം. ഒക്കെ ശരിയാവും, മഴ പെയ്യണ്ടേ? എന്താ കുഞ്ഞപ്പോ കുടിക്കാൻ വെള്ളം കിട്ടണെങ്കിൽ മഴ പെയ്യണ്ടേ? കുടിക്കാൻ വെള്ളം ഉണ്ടെങ്കിൽ ഞങ്ങളെ പൈപ്പില് വെള്ളം അന്റെ കാര്യല്ല, ഒരുപാട് ആൾക്കാർക്ക് വെള്ളം കിട്ടാത്തവരുണ്ട് ഇഷ്ടം പോലെ. കുടിക്കാൻ വെള്ളം കിട്ടണമെങ്കിൽ അല്ല ഇതെന്താ എന്റെ കയ്യില് അരിപ്പേ? ഇപ്പൊ ഞാനേ താത്താറിന് വിളിച്ചോണ്ടിരിക്കാന്. എന്തേ? അതെ, എന്താണ് മറിയാത്ത പറഞ്ഞേ ഓർക്ക് എന്താണ് ഞങ്ങക്ക് നെല്ല് നാളെ ഒരാൾ തന്നിട്ടാ, നെല്ല് ചെടിക്ക് നെല്ല്. അപ്പൊ അത് കുത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓർക്ക് അതിന് തൗട് വേണം അത്ര പജ്ജിക്ക് കൊടുക്കാന്. ഞങ്ങളെ പജ്ജിനൊക്കെ വിറ്റില്ലേ, അപ്പൊ പജ്ജിക്ക് കൊടുക്കാൻ തൗട് വേണമെന്ന്. അപ്പൊ ഉമ്മ അറിഞ്ഞ് കൊടുക്കുന്നാള് കായിട്ടിരിക്കണേ. അപ്പൊ ഉമ്മ അറിഞ്ഞ് ഇവിടെ പോയിട്ട് അരിപ്പ മേടിച്ചോണ്ടിരാണ്. അങ്ങനെ അരിപ്പ മേടിച്ചോണ്ടാ ആ തവിട് ഇങ്ങനെ അയച്ചാല് അതില് അരിമണികളുണ്ടാവും, അത് എടുത്തിട്ട് കൊടുത്താൽ മതി. കാരണം സൂത്രം നോക്കിട്ട് പൊടിയേരി എടുത്തിട്ട് തവിട് പൊടിയേരി എടുത്തിട്ട് മാവ് ഉണ്ടാക്കാത്ര. അപ്പൊ എന്നിട്ട് ആ തവിട് കൊടുത്താൽ മതി. അപ്പൊ എന്നോട് ഒരു വരുമ്പോ തന്നെ പറഞ്ഞിരിക്കണ് അരിപ്പ ഇനി ഒരു കൊല്ലത്തെ അവിടെ വെക്കണ്ടട്ടോ, ഒരു കൊല്ലം വരെ അവിടെ വെക്കണ്ട. കൊണ്ടുവരുന്ന മുതലും തിരിച്ചു കൊടുക്കുന്നില്ലേ? അല്ല, നാളെ പാത്രത്തിൽ ചാറ് കൊടുന്നേ, അത് ഞങ്ങള് മറന്നു കൊടുക്കാൻ. അങ്ങനെ ഒരു തെരഞ്ഞു വന്നു. എന്നിട്ട് ഞങ്ങൾ കൊടുത്തത് ഒരു വിചാരിക്കുണ്ടാവും ഒരു കൊല്ലം വരെ ഞാൻ അത് വെക്കണ്ടായിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മാനോട് പറയണം ഒരു കൊല്ലം വരെ വെക്കണ്ടല്ലോ അല്ലേ? പേടിച്ച പോലെ ആവശ്യം കഴിഞ്ഞാൽ കൊണ്ടുകൊടുത്തോട് കഴിഞ്ഞപ്പോ എന്തിനാ ഒരു കൊല്ലം എന്നാലല്ലേ പിന്നെ ചോദിച്ചാലും കൊല്ലം വരെ വെച്ചാ പോരെ? ആകെ ഒരു കൊല്ലം വരെ വെക്കണില്ലേ? വേഗം കൊണ്ടുകൊടുത്താ പിന്നെയും ചോദിച്ചാൽ വേഗം തരൂലേ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊക്കെ തന്നെ. അപ്പൊ മോനെ ഇത് എന്നിട്ട് കൊടുക്കാച്ചിട്ടായിരുന്നില്ലേ? അല്ല അവിടെ പെരയില് പാലുള്ളത് പെരയല്ലോ, എന്റെ പെരയിൽ എന്റെ അമ്മ ഉണ്ട്, പിന്നെ ആരുമില്ലല്ലോ. ഇപ്പൊ നനയില്ലാത്ത കാര്യം ചോറ് കഴിച്ചാ? ചോറൊക്കെ കഴിച്ചാ? വെള്ളം കണ്ടാക്കാൻ ചോറ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് എന്താ അമ്മ പറഞ്ഞേൽപ്പിച്ചാണ് ഇത് കൊണ്ടുവരാന്? ഇപ്പൊ കൊണ്ടുവരാൻ അമ്മ പറഞ്ഞതാടാ. അതെന്നല്ല രസം. എന്താണ് എന്റെ വിഷമം പറയുന്നപ്പോ? മഴ പെയ്തത് തന്നെ, ഈ മഴ പെയ്തത് തന്നെ. അപ്പൊ ഞാൻ അടുത്ത മഴ പെയ്യാതിരിക്ക. ഇനിയിപ്പോ മഴ പെയ്യാനായല്ലോ, 2 മാസം കൂടി കഴിഞ്ഞാല്. അതിലിടക്കുള്ള മഴയല്ലേ കുഞ്ഞാപ്പോ ഇത്? മഴ പെയ്താൽ ഇമ്മാക്ക് പണിക്ക് പോകാനും പറ്റൂല, പിടിക്കും ചെയ്യോ. അപ്പൊ ഇനി എന്താ ചെയ്യാ? ഇജ്ജ് പണിക്കോ പോയിക്കോ? അത് മാത്രം പറയത്തിട്ടാ, എനിക്ക് ഉമ്മാനോട് പറഞ്ഞു മൂപ്പിക്കരുതിട്ടാ. എന്തോ പറഞ്ഞതിന്റെ ശേഷം ഉമ്മ പറഞ്ഞിരിക്കണ് പണിക്ക് പോയിക്കോട്ടെ എനിക്ക് എന്നിട്ട് പിന്നെ എങ്ങനെ ഇവിടുന്ന് ഉറങ്ങാനും കൂടി സമ്മതിക്കൂല. ഞാനെന്ത് പറഞ്ഞു? എന്താ പറഞ്ഞല്ലേ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നോടിപ്പോ ഞാനല്ല ആര് പറഞ്ഞിട്ടും കാര്യമില്ലാന്ന് പറയാ. പിന്നെ ഞാൻ എന്ത് പറഞ്ഞു? എന്തിനിപ്പോ പണിക്കൊക്കെ പോണു? ഇമ്മ പണിക്കണ്ടല്ലേ, ഞങ്ങൾക്ക് പതിക്കൊന്നും വേണ്ട, ചോറും കൂട്ടാനും പപ്പടം വെച്ചതൊക്കെ മതി. അതിനല്ലേ ഇപ്പൊ ഉമ്മ പണിക്കോണ്. അപ്പൊ എല്ലാരും കൂടി പണിക്ക് പോയിരുന്നെങ്കിലേ ഞാൻ ചോദിക്കട്ടെ, മാറും. അന്നെ ഇത്രയും വളർത്തിയില്ലമ്മ ഉമ്മയും കൂടി. എന്നിട്ട് ഇജ്ജ് വലുതായതിന്റെ ദിവസം മക്കളെ കൊണ്ടൊരു ഉപകാരം കിട്ടിച്ചിട്ടാ തള്ളാരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അല്ല ഇജ്ജി എന്റെ ഉമ്മാന്റെ മകനല്ല ഇജ്ജി. അപ്പൊ ഇജ്ജൊരു കാര്യം ഇജ്ജി നയിച്ചിട്ട് കൊണ്ടുകൊടുക്കണം. ഞാൻ നയിച്ചിട്ട് കൊണ്ടുവെക്കണല്ലേ? തള്ളാരെ പണിക്ക് പറഞ്ഞേക്കല്ലേ? അതൊന്നും പറ്റില്ലടാ. ഞാനേ എനിക്ക് വിദ്യാഭ്യാസ ജോലിയൊക്കെ വേണം. അത് വിചാരിച്ചിട്ട് മൂക്കില് പല്ല് തന്നെയാണോ ഇരുന്നോ? 1ാം ക്ലാസ് വരെ പോയാ എനിക്ക് എന്ത് ജോലി ഇട്ടാണ്? 3ാം ക്ലാസ് വരെ 3ാം ക്ലാസ്സിൽ ഫുള്ളായിട്ട് പോയിട്ടില്ലല്ലോ. 3ൽ പോയിട്ട് അപ്പൊ തന്നെ പോകുന്നില്ലേ?
ഞാൻ പോട്ടെന്നാ. ഇനി എപ്പോഴാ വരിക? ഞാൻ പിന്നെ വരുന്നു. വർത്താനം പറയുന്നെങ്കിലേ ആ ഓരിപ്പോ തൗടിന് വരും. ഏ തൗട് കൊണ്ടുവരാൻ കൊണ്ടുവെക്കണം. ഇപ്പൊ തന്നെ കൊണ്ടുകൊടുക്കണോ? ആ അയച്ചിട്ട്. അല്ല ഇനിയിപ്പോ എന്താ പരിപാടി എൻ്റെ പോയിട്ട്? എന്ത് പരിപാടിയാ ഇത്? അവിടെ കൊണ്ടുപോകാൻ അമ്മ അരിച്ചോളൂ. ഞാൻ ഇരിക്കൊന്നുമില്ല. അയ്യതേ ഞാൻ ഇരിക്കൊച്ചിട്ട് പൂതിയൊക്കെ ഒന്നും വേണ്ട. അല്ല ഞാനൊന്നും പുതിയക്കണില്ല. എൻ്റെ ആര് അരിച്ചാലും എനിക്കെന്താ? ഞങ്ങൾ കാത്തിച്ച് ഇടപെടൊന്നും വേണ്ട. എന്ത്? ഞങ്ങളൊക്കെ പരത്തെ ഞാൻ ഇടപെടുന്നില്ല. എന്നാ പോയിക്കോ. അനക്കെന്താ നഷ്ടം? ആ